ഒരു മീമുണ്ട് നമ്മുടെ നാടോടിക്കാറ്റിലെ മറ്റുള്ള പിന്നെ ഇന്നസെൻ്റ് ഇങ്ങനെ അന്തം വിട്ട് മോഹൻലാലിനെ നോക്കുന്നൊരു മീമുണ്ട്. അതുപോലെ അതാണ് സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ വാർത്താ സമ്മേളനവും അങ്ങേറ്റം ഗംഭീരമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതെന്താണ് ഈ പറയുന്നത് എന്ന തോന്നൽ പത്രക്കാർക്ക്, അവിടെയുള്ള പത്രക്കാർക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസത്തെ പോലെയല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പത്രക്കാർ ഒന്നും അങ്ങോട്ട് പിടിച്ച് നിൽക്കാൻ നോക്കി, ഭയങ്കര കുറച്ചൊരു ശബ്ദമൊക്കെ പൊക്കിയിട്ട് സംസാരിച്ച് നോക്കി. പക്ഷേ ഞാൻ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു നോക്കി. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ അതൊന്നും വിലപ്പോയില്ല. ഇതിനകത്ത് ഹർഷ എനിക്ക് തോന്നി ഇന്നിപ്പോൾ അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ കറണ്ട് കട്ട് ആയി. പരിപാടിയുടെ വേദിയിൽ കണ്ടില്ലേ എന്നെ വാർത്ത കറണ്ട് കട്ടായി. വേദിയിൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ കറണ്ടില്ല. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് മൈക്ക് തകരാറാവുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മട്ടിൽ മൈക്ക് തകരാറാവും, ഓർമ്മയില്ലേ? അപ്പോൾ പരിപാടികൾക്ക് പോകുമ്പോൾ മൈക്ക് തകരാറാവും. ഇപ്പോൾ കറണ്ട് കട്ട് തന്നെയായി, മനസ്സിലായോ? അതായത് ഞാൻ പറയാൻ പോകുന്ന തമാശയാണ്. പക്ഷേ എന്നാലും പിണറായി വിജയനെ കണ്ടിട്ട് പിണറായി വിജയൻ ശരിയല്ല എന്ന് വിചാരിച്ച ആളുകളുടെ മുമ്പിലേക്ക് അതിനൊരു 3 ഇരട്ടി, അതായത് അപ്പം ചെറിയ മൈക്ക് പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ കറണ്ട് കട്ട് വരുന്നത് പോലെ കുറച്ചുകൂടി കനത്തൊരാൾ വന്നിട്ടുണ്ട് എന്ന് കേരളം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ TV ചാനലുകൾ വന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ, ഒന്ന് ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇപ്പോൾ VD സതീശൻ, അല്ലേ? ഇത്രയും പേരല്ലേ നമ്മളൊരു TV ചാനൽ. അതിന് മുമ്പ് നായനാരും കരുണാകരനും ഉണ്ട്. കരുണാകരന് ഞാൻ ചർച്ചയിൽ തന്നെയും അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ മൈക്ക് വെച്ച് കൊടുത്ത് ഓർമ്മ എനിക്കുണ്ട്, അപ്പോൾ ഇന്ത്യ വിഷൻ്റെ കാലത്ത്. പക്ഷേ എന്നാലും നമ്മളൊരു വാർത്താ സമ്മേളനങ്ങൾ നടത്തുക എന്ന പരിപാടി നടത്തിയ ആളുകൾ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ മുഖ്യമന്ത്രിമാരായിട്ട്, VD സതീശൻ, ഇത്രയും പേരാണ്. അതിനകത്ത് ഈ ആദ്യം പറഞ്ഞ 4 പേര്, ഉമ്മൻചാണ്ടി 3 പേര്, ഉമ്മൻചാണ്ടി ആരാണ്, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ. ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ നോക്കോ, നേരെ ഇങ്ങോട്ട് വരിക, അടിക്കുക, അങ്ങോട്ട് കയറി അടിക്കുക, ഡിഫൻസാണ് കളി, കയറി അടിക്കുകയാണ്. അതായത് KSUക്കാരനൊരു അടി, സുകുമാരനാർക്ക് ഇട്ടിട്ടൊന്ന് ഒരു ഇത്, അതിൻ്റെ ഇടയ്ക്ക് പത്രക്കാർക്കെതിരെ ചറവറ 4 അടി, പിന്നെ P രാജീവിനെതിരെ ഒരു പരിഹാസം. ഞാൻ നാട്ടുംപുറത്തുകാരനാണ്, P രാജീവ് അമേരിക്കയിൽ നിന്ന് തുക്കടി സാഹിബായിട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ, അതായത് കാര്യങ്ങളിലേക്ക് കടക്കാതെ, ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഇപ്പം എതിരഭിപ്രായങ്ങളുള്ള ആളല്ല. ഞാനിപ്പോൾ പോലും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അടിപൊളിയാണെന്ന് പറഞ്ഞ ഒരു മുൻ ഉദ്യോഗസ്ഥൻ എഴുതിയത് ഗംഭീരമാണ്, ഇത് ഇത്രയും മനോഹരമായിട്ട് നടന്നത് കണ്ടോ. അപ്പോൾ നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. പക്ഷേ എനിക്ക് പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും വന്ന് ചോദ്യത്തിന് ഉത്തരം വളരെ വെടുപ്പായിട്ട് പറയും. അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ ചൂടാവും. അതൊക്കെ ഇടക്കാലത്തൊക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും അദ്ദേഹം ചൂടാവും, അദ്ദേഹത്തിന് മുഖത്ത് കാണാം. പരമാവധി കുറച്ച് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കൂ. 1 മണിക്കൂർ കൃത്യമായി എഴുന്നേറ്റ് പോകും. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വെടിപ്പായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു പോകും. ഇപ്പോൾ VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ വെടിപ്പായിട്ടും കൃത്യമായിട്ട് ഒരു കാര്യം കാണില്ല. പിന്നെ ഇതുപോലെ, അതായത് നിങ്ങൾ നോക്കൂ, ഇതുവരെ ഉയർന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ വളരെ കൃത്യതയുള്ളൊരു മറുപടി വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാറ്റേൺ നോക്കൂ. KSUക്കാരോട് പറയാണ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ KSUക്കാരാണോ ഇക്കാര്യം തീരുമാനിക്കുന്നത്? കഴിഞ്ഞ ദിവസം KK രാഗേഷ് ഉന്നയിച്ചപ്പോൾ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണോ ഇക്കാര്യം ചോദിക്കുന്നത്? അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളല്ല എല്ലാവരുടെയും പ്രശ്നമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് കരുതിയിട്ട് ഞാനാണ് കേരളത്തിന് മൊത്തം മുതലാളി എന്ന് അദ്ദേഹം വിചാരിക്കരുതല്ലോ. KSUക്കാർക്ക് അവരുടെ കൺസേൺ ഉണ്ടാവും. അപ്പോൾ അതിനോട് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്നാണോ? KK രാഗേഷ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, പിന്നെ അതിന് രാഷ്ട്രീയമായിട്ട് മറുപടി കൊടുക്കുക. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം മറുപടി കൊടുത്തു. ദിവ്യ SIയെ മാറ്റിയത്, പിന്നെ മറ്റു പല ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട് എന്ന ഉത്തരം തന്നെ മതിയായതാണ്. പക്ഷേ അതിനുള്ള ചോദ്യം എന്താണ്, തിരിച്ചുള്ള ചോദ്യം എന്താണ്, നിങ്ങളാണോ ചോദിക്കുന്നത്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഏത് കുട്ടിക്കും ചോദിച്ചുകൂടെ? എൻ്റെ നാട്ടിൽ ഇന്നതാണ് നടക്കുന്നത്, ഇതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറയാൻ ആർക്കാ അവകാശമില്ലാത്ത? KSUക്കാർക്കില്ലേ? യൂണിവേഴ്സിറ്റി കോളേജിലെ KSUക്കാർ, ലോ കോളേജിലെ KSUക്കാരാണോ ഇക്കാര്യം തീരുമാനിക്കുന്നത് വെച്ചാൽ അല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ തർക്കുത്തരം വന്ന ഉടനെ തന്നെ നിരംബരിച്ചാക്കാൻ വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുക, അതിനകത്തുകൂടെ കുറേയേറെ അസത്യങ്ങളായിട്ടുള്ള കാര്യം, അർദ്ധസത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. പിന്നെ ഹർഷൻ പറയാതെ എനിക്ക് മേലൊരു വലിയ പാരയെടുത്ത് വെച്ചു. എന്താണ് ഈ പറഞ്ഞ, അതായത് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്ന് VD സതീശനും അത് പച്ചക്കള്ളാണെന്ന് സുകുമാരൻ നായരും പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ മറ്റേ സത്യം ഞാൻ പറഞ്ഞാൽ പട്ടിയറച്ച് തിന്നേണ്ടി വരും, ഇല്ലെങ്കിൽ അമ്മയുടെ തല്ല് കിട്ടും എന്ന മറ്റുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ, എനിക്കറിയാവുന്ന സത്യം പറഞ്ഞാൽ, അല്ല എൻ്റെ ഉള്ളിലെ സത്യം പറഞ്ഞാൽ അത് സുഖാവില്ല. കാരണം നമ്മളെ വളരെ ബഹുമാന്യതയോടുകൂടി കാണേണ്ടുന്നൊരു പദവിയിലിരിക്കുന്ന ഒരാൾ കള്ളം പറഞ്ഞു എന്നല്ലേ അത് വരിക. എനിക്ക് തോന്നുന്നു ഇതല്ലല്ലോ ശരി. ഇനി അപ്പുറത്ത് സുകുമാരൻ നായർ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ വന്ധ്യവയോധികനായിട്ടുള്ള ഇത്രയും പ്രധാനപ്പെട്ടൊരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പച്ച കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരില്ലേ? ഇതിപ്പോൾ ഏത് പറഞ്ഞാലും നമ്മൾക്കില്ലേ ഒരു, അതായത് ഈ പ്രശ്നം VD സതീശൻ അർദ്ധസത്യങ്ങൾ പറയുകയും ചോദ്യങ്ങളെ ശരിയാവണ്ണം ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അഭിമുഖീകരിക്കുകയും ചെയ്യാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സത്യത്തിൽ പൊതുസമൂഹം ബുദ്ധിമുട്ടിലാകുന്നത്.
കാരണം ഇത് സംബന്ധിച്ചൊരു നിലപാടെടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ആ പദവിയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും ബഹുമാന്യരായിട്ടുള്ള മനുഷ്യർ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ലോ എന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. VD സതീശൻ ഇപ്പോൾ ഇനി 5 കൊല്ലത്തേക്ക് ഇനി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി, മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് അതൊന്നും സാധ്യതയുള്ള കാര്യമല്ല, കാരണം വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പോൾ P. രാജീവ് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷത്തിന് കൂടെ ഒന്ന് പറയുന്നു എന്നുള്ള മറ്റുള്ള വ്യാഖ്യാനം വരും. പക്ഷേ എന്നാലും മുഖ്യമന്ത്രി എന്ന നിലക്ക് ടി വിയിലും അതിനു മുമ്പ് പത്രങ്ങളോടുമൊക്കെ വർത്തമാനം പറയുന്ന ആളുകൾ സംസാരിച്ചിരുന്ന രീതിയിലേക്ക് അദ്ദേഹം വരണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇതിപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയൊക്കെ ചെയ്യുന്ന പോലെ വെറുതെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്തിനാണ് പത്രക്കാരെ ഇങ്ങനെ കയറിയിട്ട് നിങ്ങൾ കള്ളം വാർത്ത കൊടുത്തു അത് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങ് വന്ന ഉടനെ തന്നെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. ശരിയാണ്, ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ചോദിക്കാൻ വേണ്ടി പറയുന്നത്, പക്ഷേ എല്ലാ ചോദ്യങ്ങളും അദ്ദേഹം പിന്നെ തട്ടി ഇങ്ങനെ ഒഴിയുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെപ്പറ്റി ഒഴിയുകയാണ്, തിരിച്ച് അത് പിടിച്ച് തിരിച്ച് അങ്ങോട്ട് എറിയുകയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് വാർത്താ സമ്മേളനങ്ങളിൽ വരുന്ന കാര്യങ്ങൾ സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടൊക്കെ വരിക. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നതായിരിക്കും ശരി. ഇപ്പോൾ ഈ ലീഡർമാരുടെ കാര്യത്തിലാണെങ്കിലും ഹർഷം പറഞ്ഞൊരു പോയിന്റ് അതിനകത്തുണ്ടെങ്കിലും ഇപ്പോൾ ലോയസ്റ്റ് കോൺഗ്രസ് എന്ന പേരാണെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ കൊണ്ടുവെക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് അദ്ദേഹത്തിന് പറയാം. അതൊക്കെ കുറേ കൂടെ എന്താണ് അഗ്രസീവായിട്ടല്ലാതെ അങ്ങനെ അഗ്രസീവായിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലോ അദ്ദേഹം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പില്ല, അദ്ദേഹം മുഖ്യമന്ത്രി. അതിനകത്ത് ഒരു കാര്യം എന്താണെന്നറിയോ സനീഷ്, ഇത് ഈ ശരത്ത് എന്ന് പറയുന്ന അഭിഭാഷകനാണ് ഈ ഗവൺമെൻറ് ലീഡറായി വന്നതിലാണ് ഇപ്പോൾ ഈ തർക്കം ഉണ്ടാകുന്നത്. ABVP കാരനായിരുന്നു മുമ്പ്, ഈ RSSൻ്റെ കേസുകളിൽ നിരന്തരം ഹാജരാകുന്ന ആളായിരുന്നു എന്നുള്ളത്. ഞാനതെനിക്ക് തോന്നുന്നു മീഡിയ വണിലാണ് കണ്ടത് ആ പ്രതികരണം, ഈ ശരത്തിൻ്റെ പ്രതികരണം. അങ്ങനെ ഹാജരാകാറുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട് ആ അഭിഭാഷകൻ. അപ്പോൾ ആ ഒരു വൈകാരിക പ്രകടനത്തിന് അതിനെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്യാൻ കഴിയില്ല ഈ KSUക്കാരുടെ. കാരണം KSUക്കാർ ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് ഈ അഭിഭാഷകൻ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ, അതിപ്പോൾ സീനിയേഴ്സ് അങ്ങനെ കേസുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹാജരാകേണ്ടി വന്നതെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടെങ്കിലും അവർ കാണുമ്പോൾ എന്താണ്, RSSൻ്റെ കേസ് വാദിക്കുന്ന അഭിഭാഷകൻ ഇതാ ഗവൺമെൻറ് ലീഡറായി വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്, അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന് അവർക്ക് ന്യായമായും പറയാം. അതിനെ ഇങ്ങനെയല്ല നേരിടേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. അല്ല, ഇതിനകത്തൊരു അതിസാമർത്ഥ്യ പ്രകടനം ഉണ്ട്. അതായത് ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്, ബാക്കി അപ്പുറത്ത് ഉന്നയിക്കുന്ന ആളുകൾ, അത് എൻ്റെ പാർട്ടിക്കകത്തുള്ള ആളുകളാണെങ്കിലും, അതിപ്പോൾ എക്സൈസ് മന്ത്രി മറ്റേ വിഷയത്തിലാണെങ്കിലും, ഈ KSU നേതാവ് ഈ വിഷയത്തിലാണെങ്കിലും, ഇനി മറുപക്ഷത്ത് പാർട്ടിയിലുള്ള KK രാഗേഷ് ആ വിഷയത്തിലാണെങ്കിലും, പിണറായി വിജയൻ ഈ വിഷയത്തിലാണെങ്കിലും, P. രാജീവ് ഈ വിഷയത്തിലാണെങ്കിലും ഞാൻ ശരിയാണ് എന്ന വളരെ ഒരു ലൈന് പിടിച്ചിട്ട് മറ്റുള്ളവരെ എല്ലാം എതിർക്കുകയാണ്. ശരിയായിരിക്കും, ഒരുപക്ഷെ അദ്ദേഹം തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ശരിയെങ്കിലും അത് പറയേണ്ടുന്ന രീതിയിലാണോ പറയുന്ന കാര്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പ് അക്കാര്യത്തിലുണ്ട്. പിന്നെ അതിസാമർത്ഥ്യ പ്രകടനം എന്നത് നല്ലതൊക്കെ തന്നെയാണ്, അതൊരു പരിധിവരെയൊക്കെ ആളുകളെ രക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എല്ലായ്പ്പോഴും അത് അങ്ങനെ നിൽക്കണമെന്നില്ല. ഇപ്പം തന്നെ ഒന്നാമത്തെ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന പോലെയല്ല പത്രക്കാർ ചോദ്യം ചോദിക്കുന്നത്. അത് അദ്ദേഹം പ്രകടമായിട്ട് എടുത്ത് പറയുന്ന പേര് കൈരളി ദേശാഭിമാനി എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച കൈരളി ദേശാഭിമാനി മാത്രമല്ലല്ലോ, മറ്റുള്ളവരോടും ചൂടാകുന്നുണ്ടായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹം ശബ്ദം ഉയർത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ ചോദ്യത്തിന് മുന്നോടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഇനിയും ചോദിക്കും സ്വാഭാവികമായിട്ട്. അങ്ങനെ ഉത്തരം തരികയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും. നരേന്ദ്രമോദി വന്നതിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ സ്റ്റാറ്റസ് മറ്റൊരു തരത്തിലായതുപോലെ പിണറായി വിജയൻ്റെ സ്റ്റാറ്റസ് മറ്റൊരു തരത്തിലാകുമോ എന്ന് സംശയിക്കുന്ന ആളാണ് ഈ ദിവസങ്ങളിൽ ഞാൻ. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.